ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ട പോലെ ഞാൻ ഇൻഡിഗോയുടെ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഫുൾ വീഡിയോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ല വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഇൻട്രോ പറയണമെന്ന് വിചാരിച്ചു. കാരണം ഞാനിത് റീസെൻ്റായിട്ട് പോയി അറ്റൻഡ് ചെയ്തതല്ല. ഒരു 6-7 മാസം മുൻപേ ഞാൻ പോയിട്ട് അറ്റൻഡ് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അത് കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ ലേറ്റ് ആയി. പിന്നെ വേറെ കുറച്ച് തിരക്കും കൂടെ ആയിപ്പോയി. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ലേറ്റ് ആയത് വീഡിയോ ഇടാനായിട്ട്. അപ്പം പിന്നെ ഞാൻ അങ്ങനെ പോകണം എന്ന് വിചാരിച്ചിരുന്നൊരു ഇൻ്റർവ്യൂ അല്ല. ഞാൻ ചെറിയൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമല്ലോ, അങ്ങനെ ഞാൻ റിസൈനൊക്കെ ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഇത് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കൊച്ചിയിലല്ലേ അന്നൊന്ന് പോയേക്കാം, ചുമ്മാ ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതാണ്. എന്നിട്ട് അതിൻ്റെ തലേ ദിവസമാണെങ്കിൽ ചേട്ടായിക്ക് നല്ല പനിയായിട്ട് ആശുപത്രിയിലൊക്കെ പോയത്. അപ്പം പോക്ക് നടക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ എന്താ നമ്മളങ്ങനെ പോയി. ഇനി അഥവാ പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്കങ്ങനെ എനിക്കങ്ങനെ സങ്കടം അങ്ങനെ ഇല്ലായിരുന്നു. കാരണം നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്ന് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്ന് അങ്ങനെ ഇരുന്നതല്ലാത്തത് കൊണ്ട് വേണേ പോകാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, ആ ഒരു മൈൻഡായിരുന്നു. അപ്പം അങ്ങനെ അന്നൊരു ദിവസം അന്ന് പോയി ഞാൻ എല്ലാ റൗണ്ടും ക്ലിയർ ആകുവാണെങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ അടുത്ത റൗണ്ട് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഭാഗ്യത്തിന് എല്ലാ റൗണ്ടും ഞാൻ ക്ലിയർ ചെയ്തു. അപ്പോൾ പിന്നെ ചെന്നാൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പം ഇനി ആർക്കെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആകുമല്ലോ, റൗണ്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ റൗണ്ട്സും കാര്യങ്ങളും എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് അതിന് ഞാൻ പറഞ്ഞ ആൻസേഴ്സ് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ കുറച്ച് പറയാനുണ്ട്. പിന്നെ എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് ഒന്നും അല്ലായിരുന്നു. അതെന്താണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ കണ്ടിട്ട് വരും. പിന്നെ പോകാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ പ്രിപ്പയർ ഒക്കെ ചെയ്ത് പോകണം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് പോയി എൻ്റെ വിചാരം പെട്ടെന്ന് വരാം. ഞാൻ ആദ്യമായിട്ടായിരുന്നു പോകുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഉച്ചയൊക്കെ ആകുമ്പോൾ വരാം എന്നൊക്കെ വിചാരിച്ചാണ് ആക്ച്വലി ഞാൻ പോയത്. എറണാകുളമൊക്കെ കറങ്ങി നമുക്ക് പയ്യെ ഇങ്ങോട്ട് പോരാണ്. പക്ഷേ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 7-8 മണിയായി. അപ്പോൾ രാത്രിയാകും ഇനി ഇൻ്റർവ്യൂ കഴിയുമ്പോൾ. അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് വേണം ഇനി പോകുന്നവർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒബ്വിയസ്ലി ഡൗട്ട്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോയിൽ അടുത്ത എന്തായാലും ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഇതിനെപ്പറ്റി, റൗണ്ട്സും കാര്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ പറ്റി. ടോട്ടൽ 4 റൗണ്ടാണുള്ളത്. അപ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ ഒരു ഫസ്റ്റ് റൗണ്ട്, അത് കഴിഞ്ഞൊരു GD ഗ്രൂപ്പ് ഡിസ്കഷൻ റൗണ്ട്, പിന്നെ 2 ഇൻ്റർവ്യൂ. അപ്പോൾ അത് 4ഉം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആയി, 7:30 ആയി നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പം. അപ്പോൾ എന്തായാലും കൂടുതൽ ഞാൻ ഇൻട്രോ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ എന്തായാലും കണ്ടിട്ട് വരൂ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു കാര്യത്തിന് പോവാം. ഞാൻ അതെന്താണെന്ന് വഴിയേ പറയാം. അപ്പോൾ അത്യാവശ്യം ടെൻഷനും നെർവസും ഒക്കെയാണ്. ഞാനിപ്പോൾ രാവിലെ എണീറ്റു, ചായ ഒക്കെ വെച്ചു, ഫ്രഷായി റെഡിയാകണം. എന്താ കാര്യം ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറങ്ങുവാണ്, ചേട്ടായി ഉറങ്ങുവാണ്. അപ്പോൾ സമയം എണീറ്റാൽ മതി. എനിക്കാണ് റെഡിയാകാനായിട്ട് കുറച്ച് സമയം വേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ബ്രഷ് ചെയ്തു ഓൾറെഡി. അപ്പോൾ ഇനി ഫ്രഷായി റെഡിയായിട്ട് കാണാം. അപ്പോൾ ഞാൻ റെഡിയായി. ഇപ്പോൾ 6 മണിയായില്ലേ ഏട്ടായി? 6 മണിയായി. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ചേട്ടാ റെഡിയായില്ലേ? റൂമൊക്കെ നല്ല അലങ്കോലമായി കിടക്കുക. എന്തായാലും അവിടെ പോയിട്ട് കാണാം. ഓൾറെഡി ലേറ്റ് ആയെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. 2-2.5 മണിക്കൂർ മതി. അപ്പം ശരിയാണ്. ഇപ്പോൾ ഓൾറെഡി 6:30 ആയിട്ടുണ്ട്. എത്ര ഒരു സമയത്ത് നോക്കണേ. ഞാൻ കുറച്ചല്ല, അത്യാവശ്യം നെർവസാണ്, നല്ല ടെൻഷനുണ്ട്. എനിക്കാണെങ്കിൽ വൊമിറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട് വണ്ടി കയറുമ്പോൾ. അവിടെ ഞാൻ വിൻഡോ തുറന്നിട്ടേക്കുവാ. അപ്പോൾ പറയുന്നതൊക്കെ ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ ചേർത്തല എത്താറായി. ഇനി അവിടെ പോയിട്ട് കാണാം. ഞാനിങ്ങനെ പറഞ്ഞേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് പറയുന്നല്ലോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ വോമിറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ചേർത്തല എത്തിയപ്പോഴേക്കും ഞാനൊന്ന് വോമിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് തുറവൂർ, അരൂർ അവിടെ എത്തിയപ്പോൾ ഒന്ന് വോമിറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് അങ്കമാലി എന്തോ എത്തിയപ്പോൾ ഒന്ന് വോമിറ്റ് ചെയ്ത്.
അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വൊമിറ്റ് ചെയ്ത്. എനിക്ക് എന്താണെന്നറിയത്തില്ല, ഇനി വെളുപ്പിന് ഞാൻ വൊമിറ്റ് ചെയ്യും ഇതിലും കാറിലും KSRTC ബസ്സിലൊക്കെ എയർ ബസ്സിലും ഒക്കെ പോകുമ്പോൾ വൊമിറ്റ് ചെയ്യുന്നൊരു ടെൻഡൻസി എനിക്കുള്ളതാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ സമയത്ത് എത്തി കേട്ടോ. ഒരു 9 മണിക്ക് മുമ്പേ നമ്മൾ ഇവിടെ ഹോട്ടലിൽ കയറി. എയർപോർട്ടിനകത്തുള്ളൊരു ഹോട്ടലിലായിരുന്നു. അതിനകത്ത് വെച്ച് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക്, കാരണം അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. ഒരു ഓൾമോസ്റ്റ് 1500 എബോവ് 2000 ബിലോ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും വന്നുകൊണ്ട് 11 മണിക്കൊക്കെ ആയിരുന്നു ഓരോരുത്തർ കയറി വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഇത്ര നേരത്തെ വരേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഇപ്പുറം ഇരുന്ന ഒരു ഫ്രണ്ട് എടുത്ത് തന്നെ കേട്ടോ. നമ്മൾ അവിടെ ചെന്ന് പരിചയപ്പെട്ടതാണ് സെൽജോ. അവൻ്റെ പേര് സെൽജോ എന്നാണ്. അപ്പോൾ അവനെടുത്ത് തന്നെയാണ് ഈ വീഡിയോ. 11:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മുടെ ഇത് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ. അത്രയും നേരം നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഓരോരുത്തരായിട്ട്. പിന്നെ കൂട്ടൊക്കെ കിട്ടിയായിരുന്നു, എനിക്ക് അപ്പുറത്തുനിന്ന് തന്നെ കൂട്ടൊക്കെ കിട്ടി. നമ്മളവരായിട്ടൊക്കെ സംസാരിച്ചിരിക്കുമായിരുന്നു. ഇതാണ് എൻ്റെ പുതിയ ഫ്രണ്ട് റവീദ. നമ്മുടെ ആലപ്പി തന്നെയാണ്. അർത്തുങ്കലല്ലേ വീട്? അർത്തുങ്കലാണ് വീട്. അപ്പം എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ കൂട്ടാ. ഞങ്ങളിപ്പോൾ വാഷ്റൂമിൽ വന്നേ വെറുതെ വീഡിയോ എടുക്കാൻ. ഒരു ഹായ് ഒക്കെ പറഞ്ഞു. 26 വയസ്സാ കണ്ടാ പറയൂ. ഞാൻ ഞെട്ടിപ്പോയി. അത് മുബഷീറാണ്. അവൻ ആലപ്പുഴ തന്നെയുള്ള വണ്ടാനമുള്ളതാണ്. അപ്പോൾ അവനും നമ്മുടെ അടുത്തുനിന്ന് തന്നെ. അപ്പോൾ അവൻ ഏജ് കേട്ടപ്പോൾ അവൻ കണ്ടാൽ എനിക്കങ്ങനെ വളർച്ചയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ലഞ്ച് ബ്രേക്കിന് ഇറങ്ങി. 2 റൗണ്ട് കഴിഞ്ഞു കേട്ടോ. 2 റൗണ്ട് കഴിഞ്ഞ് കുറേ പേര് തന്നെ അങ്ങനെ ഫിൽട്ടർ ചെയ്ത് കുറേ പേര് പോയി. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ചേട്ടായി നല്ല പോസ്റ്റ് ആയിരുന്നല്ലേ. ഉറങ്ങി 2 സിനിമ കണ്ട് തീർത്ത്. ഇപ്പോൾ 1:30 ഞങ്ങൾ 8 മണിക്ക് കഴിഞ്ഞപ്പോൾ വന്നതാണ് ഇവിടെ. ഇനി ലഞ്ച് കഴിച്ചിട്ട് വരാൻ പറഞ്ഞ് 2:15 തിരിച്ചു ചെല്ലണം. ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് വേറെ 2 റൗണ്ട് കൂടെ ഉണ്ടെന്ന് തോന്നി. ഇനിയും ഉണ്ട് 10,500 പേര്. എന്തായാലും കാണാം. ഇവിടെ സാധനം വന്നു. ഞാൻ ജസ്റ്റ് ജ്യൂസേ കുടിക്കുന്നുള്ളൂ. എനിക്ക് ടെൻഷൻ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും ഇറങ്ങത്തില്ല. ഞാനൊരു ഓറഞ്ച് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പ്രോപ്പറായിട്ടൊരു ഹോട്ടലില്ലല്ലേ. നമ്മൾ കാണാത്ത പോകണമെന്ന് അറിയത്തില്ല. പുറത്ത് പോകണമല്ലോ. പുറത്ത് പോകണമെന്ന് തോന്നി. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളൊരു ബേക്കറിയിലാണ് കയറിയത്. അപ്പോൾ പെട്ടെന്ന് തിരിച്ചു ചെല്ലും വേണമല്ലോ. പിന്നെ ജസ്റ്റ് ഒരു ജ്യൂസ് മതി. എനിക്കൊന്നും ഇറങ്ങത്തില്ല, ടെൻഷൻ ഒന്നും. അപ്പോൾ ജ്യൂസ് വരട്ടെ. അപ്പോൾ ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ച് തിരിച്ച് വന്നു. എല്ലാവരും പോവുക, എല്ലാവരും തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെല്ലട്ടെ, പോയിട്ട് വരാം. ഗ്രൂപ്പ് ഡിസ്കഷൻ റൗണ്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സെലക്ട് ആയവർക്കൊരു ഇൻ്റർവ്യൂ റൗണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ പാസ്സായവരെ നമ്മൾ ഇതുപോലൊരു ചേമ്പലൊരു കോൺഫറൻസ് റൂമിൽ ഇരുത്തും. അങ്ങനെ നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ കൂടെ ഉണ്ട്. അത് ഫൈനലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ മെയിൽ അയക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അശ്വതി കേട്ടോ. ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയ കൂട്ടാണ്. അവിടെ വീഡിയോ അലോഡ് ആണോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് സാറ് പെട്ടെന്ന് പോയപ്പോൾ കുറച്ചൊരു വീഡിയോ ഇങ്ങനെ എടുത്താണ്. അപ്പോൾ ഇത്രയും പേരായിരുന്നു പിന്നെ ലാസ്റ്റായിട്ടുണ്ടായിരുന്നത്. അത്രയും പേരിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇപ്പോൾ സമയം 7:30 കാണാനായി. 7:30 എൻ്റെ ഫൈനൽ ഇൻ്റർവ്യൂവും കഴിഞ്ഞപ്പോൾ ഇത്രയും റൗണ്ടേ ഉള്ളൂ. ഇനി അവർ വിളിക്കാമെന്നാണ് പറയുന്നത്. ഇത്രയും ലേറ്റ് ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞതെന്നുള്ള ഇൻ്റർവ്യൂ ഞാനിപ്പോൾ മാത്രമേ വന്നു. ഇവിടെ ആകുമ്പോൾ ആരുമില്ല. എൻ്റെ പൊന്നു എത്ര നേരമായിരുന്നെന്ന്. ഇപ്പോൾ അവൻ്റെ ചേട്ടായാണ് രാവിലെ തൊട്ട് പാർക്കെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 7:15. അപ്പം ഇനി എന്തായാലും അവിടെ പോയിട്ട് കാണാം. തലവേദന ഒന്നും കഴിക്കാതെ ഇത്ര നേരം ഇരുന്നിട്ട് തലവേദന രീതി മേക്കപ്പ് ഇത്ര നേരം ക്യാരി ചെയ്യണ്ടേ. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇൻഡിഗോ എയർലൈൻ്റെ അറ്റൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നല്ലോ. എന്തായാലും കൊള്ളായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഓൾമോസ്റ്റ് ഒരു 4 റൗണ്ട് ഉണ്ടായിരുന്നു. 4 റൗണ്ടേ ഉള്ളൂ. അപ്പോൾ 4 റൗണ്ട് കഴിയുമ്പോൾ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വിത്തിൻ 15 days കോണ്ടാക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ എന്തായാലും നോക്കാം, നമുക്ക് കിട്ടിയിട്ട് അല്ലേ പോട്ടെ. എന്തായാലും ലാസ്റ്റ് റൗണ്ട് വരെ എത്താൻ പറ്റാനും ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പം എന്തായാലും ഇനി പോയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഒരു 7:30 ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കാറിൽ വന്ന് നോക്കുമ്പോൾ ചേട്ടായിക്ക് നല്ല പനിയായിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം രാവിലെ തൊട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ പാർക്കിങ്ങിൽ. ഇനി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നാണ് ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിയുമെന്നാണ് വിചാരിച്ചത്.
വ്യക്തമില്ല. ഞങ്ങളിപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് പുളിഞ്ചോടൊക്കെ ആയി. പുളിഞ്ചോടൊക്കെ കഴിഞ്ഞു. ഒന്നും കഴിച്ചിട്ടില്ല. എവിടെയും കഴിക്കാൻ തരണം. ചേട്ടായി കാണാൻ പാവം വയ്യാതെ പനിയായിരുന്നു ഓൾറെഡി. ഇത്ര നേരം അവിടെ പാർക്കിംഗ് വെയിറ്റ് ചെയ്തിട്ട്. പിന്നെ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. തീരെ എന്താ ഓടുന്നു അവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എനിക്ക് എൻ്റെ ചേട്ടായി പനിയായിരുന്നു. ആൾക്ക് തീരെ പനി കൂടിയിട്ടുണ്ട്. ഇന്നലെ അല്ലേ ഡോക്ടർക്ക് പോയത്. ഇന്നലെ ഡോക്ടർക്ക് പോയതുണ്ട്. ഇത് വരവ് നടക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും ഫുഡ് വരട്ടെ. ഇതൊക്കെ ഊരായിരുന്നല്ലേ ഏതായാലും. നമ്മൾ രണ്ടുപേരും ടയേർഡായതുകൊണ്ട് വളരെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് പറഞ്ഞത്. ചപ്പാത്തിയും പനീറാണ് പറഞ്ഞത്. നോൺ വെജ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പെട്ടെന്ന് കഴിച്ചു. ഞാൻ മുടിയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ തന്നെ പകുതി ആശ്വാസം കിട്ടി. എവിടെയാണെന്നാ എന്തായാലും ഒരു കവർ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഛർദ്ദിക്കാം. പിന്നെ നിർത്താനൊന്നും സമയമില്ലല്ലോ. ഒരു കവർ വാങ്ങി തീരിട്ട്. അപ്പോൾ ശരി, അതിന് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. വന്നേട്ടാ ഒരാൾ. ഹായ് പറയാമി. ഒരാൾ വന്നിട്ടുണ്ട്. മാമിനെ മിസ് ചെയ്താ? എന്ത് ചെയ്ത്? എന്താ വരാത്തെന്ന് പറഞ്ഞാ? ഇതെങ്ങനെ നഴ്സറി സ്കൂളിൽ പോയി? ഞാൻ പഠിച്ച എങ്ങനെ പോയി? നടന്നു പോയാ? നടന്നു പോയി. നാളെ മാമി ഉണ്ടാക്കാം കേട്ടോ. ടാറ്റ കൊടു. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം. ഗുഡ് നൈറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. നല്ലപോലെ പറ. ലൈക്ക് പറ. ഷെയർ പറ. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ഫുള്ള് കണ്ടോ എല്ലാം റിമൂവ് ചെയ്തു. നമ്മൾ എത്ര വയ്യാതെ വന്നാലും മേക്കപ്പ് റിമൂവ് ചെയ്യാതെ ബെഡിലോട്ട് കിടക്കരുത്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യും. എത്ര വയ്യാതെ വന്നാലും മേക്കപ്പ് റിമൂവ് ചെയ്തിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. മേക്കപ്പ് റിമൂവ് ചെയ്ത് സ്ഥിരം ചെയ്ത സ്കിൻ കെയറും ചെയ്തു. വീട്ടിൽ വന്നപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. പിന്നെ നമ്മുടെ മേക്കപ്പും കളഞ്ഞ് ഡ്രസ്സൊക്കെ മാറി നമ്മുടെ കൂടെ നൈറ്റി എടുത്തിട്ടപ്പോൾ തന്നെ പകുതി ആശ്വാസം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അവിടെ തന്നെ കിടക്കുക. ബാഗും എല്ലാം നാളെ എല്ലാം സോർട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.